أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم نبعث من كل أمة شهيدا ثم لا يؤذن للذين كفروا ولا هم يستعتبون. وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون. صدق الله العظيم. സൂറത്തു നഹ്ല് 84-5 ആയത്തുകൾ. വയൗമ നബ്അസു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിൽ നിന്നും ഷഹീദൻ, ഒരു സാക്ഷിയെ, സുമ്മ ലാ യുഅ്ദനു ലഹും, പിന്നെ അവർക്ക് അനുമതി നൽകപ്പെടുന്നതല്ല. സുമ്മ ലാ യുഅ്ദനു, പിന്നെ അനുമതി നൽകപ്പെടുന്നതല്ല, ലില്ലദീന കഫറു, നിഷേധിച്ചവർക്ക്, വലാഹും, അവരല്ല, യുസ്തഅ്തബൂൻ, പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടുന്നവരും, അല്ലെങ്കിൽ ഖേദിച്ചു മടങ്ങാൻ സ്വയം കുറ്റപ്പെടുത്തി, ആബ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു എന്നാണ്. പിന്നെ അഴ്ത്തബ എന്ന് പറഞ്ഞാൽ സ്വയം പശ്ചാത്തപിച്ച് മടങ്ങാൻ മടങ്ങുക എന്നാണ്. അതിൽ ഇസ്ത ചേർന്നതാണ്, ഇസ്തഅ്തബ, അഥവാ സ്വയം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് മടങ്ങാൻ ആവശ്യപ്പെടുക, അതുമില്ല എന്നർത്ഥം. പരലോകത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് മുകളിലുള്ള ആയത്തുകൾ എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ. എന്നിട്ട് പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർമ്മിപ്പിച്ച് അതിലൂടെ പരലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കലേ ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അവർ അള്ളാഹുവിൻ്റെ നിഅമത്ത് തിരിച്ചറിഞ്ഞിട്ട് മനഃപൂർവ്വം നിഷേധിക്കുന്നവരാണ് എന്നുമാണ് മുകളിൽ പറഞ്ഞത്. അങ്ങനെയൊക്കെ അവർ നിഷേധിച്ചാലും ഒരു ദിവസം വരാനുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വയൗമ നബ്അസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, എല്ലാ ഉമ്മത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കുന്ന ദിവസം. യൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം എന്നാണ് ഖിയാമത്തിൻ്റെ ഒരു വിശേഷണം തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്, ഈ സാക്ഷികൾ എന്ന് പറയുന്നത് പിന്നെ അതാത് ഉമ്മത്തിലെ നബിമാരാണ് എന്നാണ് ഇമാം ഇബ്നു അബ്ബാസിൻ്റെ ഒക്കെ വിശദീകരണം. സൂറത്തുൻ നിസാഇ, ഫകൈഫ ഇദാ ജഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു സാക്ഷിയെ എഴുന്നേൽപ്പിക്കുകയും ആ നിലക്ക് ഈ ഉമ്മത്തിൻ്റെ ഇക്കൂട്ടരുടെ സാക്ഷിയായിട്ട് താങ്കളെ കൊണ്ടുവരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ എങ്ങനെയുണ്ടാകും എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് സൂറത്തുൻ നിസാഇൽ. അതും ഇതും കൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും, എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ അതാത് ഉമ്മത്തിൻ്റെ നബിമാർ. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളുടെ അവർക്ക് സത്യം മനസ്സിലായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, യഅരിഫൂന നിഅമത്തല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ നിഅമത്തൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സാക്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ വെച്ച് തന്നെ ഇത്തരമൊരു കാര്യം ചെയ്തത് ഹദീസുകളിൽ കാണാം. അലാഹൽ ബല്ലഗ്തു,
ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിക്കുകയാണ്, ഞാൻ എത്തിച്ചു തന്നില്ലേ? ഖാലു ബലാ, അതേ താങ്കൾ എത്തിച്ചു തന്നു. ബല്ലഗ്ത യാ റസൂലല്ലാഹ്, താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് അല്ലാഹുമ്മ അഷ്ഹദ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ഇത് കണ്ടോ അല്ലാഹുവേ, നീ ഇവരംഗീകരിച്ചിരിക്കുന്നു, ഇവർക്ക് നിന്റെ സന്ദേശം ഞാൻ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന്. ഇതിന് ശേഷം പരലോകത്ത് വെച്ചും ആ കാര്യം ചോദിക്കും. ഈസാ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ഖുർആൻ സൂചിപ്പിച്ചത് സൂറത്തുൽ മാഇദയിൽ, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനി. ഈസായ, നീയാണോ പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മാനെയും അല്ലാഹുവിനെ കൂടാതെ 2 ഇലാഹുകളാക്കണമെന്ന് എന്നൊക്കെ വിചാരണ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനുള്ളിടത്തോളം കാലം. പറഞ്ഞാൽ നീ അറിയുമല്ലോ, നീ എന്നെ ഏറ്റെടുത്തതിന് ശേഷം നീയായിരുന്നല്ലോ അവരുടെ നിരീക്ഷകൻ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ നബിമാരോടും അല്ലാഹു തആല ചോദിക്കും. സൂറത്തുൽ അഅറാഫിൽ വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, അയച്ച ആളുകളോടും അയക്കപ്പെട്ട സമൂഹത്തോടും നാം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇതാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറമെ നബിമാർ മാത്രമല്ല, നബിമാരോടൊപ്പം അവരവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മുഅ്മിനുകൾ സാക്ഷി നിൽക്കും. ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു ഷഹീദൻ അലൈക്കും. നിങ്ങൾ ഒരു മധ്യമ സമൂഹമാകുന്നു, ജനങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി. സൂറത്തുൽ ബഖറയിൽ, അതേ കാലത്ത് ഇറങ്ങിയ സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാനത്തിലും അത് കാണാൻ കഴിയും. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകുക, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാക്കുക. അഥവാ അതിന് 2 തലമുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സന്ദേശം സത്യമാണ് എന്നതിന് ജീവിതം കൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന സാക്ഷികൾ. ഇവിടെ അവർക്കത് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ആ വിവരങ്ങളൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ സാക്ഷിയായി പരലോകത്ത്. ഇങ്ങനെ ഏത് കാലത്ത് ജീവിച്ച മനുഷ്യർക്കും ആ കാലത്ത് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾ പരലോകത്ത് സാക്ഷികളായിട്ട് വരും എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെയും പുറമെ സ്വന്തം ശരീരം സാക്ഷി നിൽക്കും എന്നും അല്ലാഹു തആല പറഞ്ഞത് നമുക്കറിയാലോ. വനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതുപോലെ ജുലൂദ്, അവരുടെ തൊലി സാക്ഷി നിൽക്കുന്നു. തൊലിയോട് ലിമ ഷഹിദ്തും അലൈന, നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നത് എന്നവർ ചോദിക്കുമെന്നും ഇങ്ങനെ ഖുർആൻ പലയിടത്ത് സൂചിപ്പിച്ച ഒരാശയമാണ് ഇവിടെ പറയുന്നത്. അന്ന് അഥവാ പരലോകത്ത് വെച്ച് ഈ സാക്ഷികൾ ഹാജരാക്കപ്പെടും എന്ന് പറയുന്നത്. അങ്ങനെ സാക്ഷികൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യം എന്താണ്? സുമ്മ ലാ യൂസനു ലില്ലദീന കഫറു വലാഹും യുസ്തഅതബൂൻ. പിന്നീട് അവർക്ക് ദുനിയാവിലേക്ക് തന്നെ തിരിച്ചു പോരാൻ അനുമതി നൽകപ്പെടുകയില്ല. അതാണ് സുമ്മ ലാ യൂസനു ലില്ലദീന കഫറു എന്ന് പറയുന്നത്. ലൗ അന്ന ലനാ കറത്തൻ, അതുപോലെ പിന്നെ ഖാലു ബല, ഞങ്ങൾ കേട്ടു, സമിഅനാ വ അബ്സർനാ വ സമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ കേട്ടു കണ്ടു മനസ്സിലാക്കി, ഞങ്ങളെ ഒന്ന് മടക്കി അയക്ക്, ഞങ്ങൾ സാലിഹ്യങ്ങളിൽ പെട്ടുകൊള്ളാം എന്നൊക്കെ അവർ അനുവാദം ചോദിക്കും. ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ, അതുപോലെ ഞങ്ങൾക്കൊരു അവസരം കൂടി തരുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഈ അബദ്ധം പരിഹരിക്കുവാൻ, അല്ലെങ്കിൽ അവർ ചെയ്ത അക്രമം പരിഹരിക്കുവാൻ ഉള്ള ഒരവസരവും നിഷേധികൾക്ക് നൽകപ്പെടുകയില്ല.
ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ മുർസലാത്തിൽ. അവരന്ന് സംസാരിക്കാനേ അനുവാദം കൊടുക്കുകയില്ല, അഥവാ അവർക്ക് സ്വയം ന്യായീകരിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അവരെ ദുനിയാവിലേക്ക് തിരിച്ചു പോരാൻ അനുവദിക്കുകയില്ല. ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശമാകാം, എല്ലാം ഉള്ളതാണ്. യൗമ യഖൂമു റൂഹു വൽ മലായിക്കത്തു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അള്ളാഹിൻ്റെ അനുമതിയില്ലാതെ ആർക്കും മിണ്ടാനേ പറ്റുകയില്ല. അപ്പോൾ മിണ്ടാനും പറ്റൂല, അതുപോലെ ദുനിയാവിലേക്ക് തിരിച്ചു പോരാനും പറ്റില്ല. പിന്നെ വലാഹും യുസ്തഅ്തബൂൻ, അവർ പശ്ചാത്തപിച്ച് മടങ്ങാൻ ആവശ്യപ്പെടപ്പെടുന്നതുമല്ല, കർമ്മിണി പ്രയോഗമായിട്ടാണ്. അഥവാ അങ്ങനെ ഒരു ആവശ്യവും അവരോട് ഉന്നയിക്കപ്പെടുകയില്ല. അഥവാ അവിടെ വെച്ച് തന്നെ ഒന്ന് മാപ്പ് പറഞ്ഞ് സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണ് വൈദാർ അല്ലദീന വലമുൽ അദാബ, അക്രമം പ്രവർത്തിച്ച, അഥവാ സംഗതി അള്ളാഹുവിൻ്റെ നിഅമത്തുമൊക്കെ ബോധ്യമായിട്ടും അതിനെതിരെ നിലകൊണ്ട, അള്ളാഹുവിൽ പങ്കുചേർത്ത, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ആളുകളെ തടസ്സപ്പെടുത്തിയ, ബലം പ്രയോഗിച്ചു പോലും തടഞ്ഞ, ഇങ്ങനെയൊക്കെയുള്ള പലവിധ ദുൽമുകൾ ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ, അഥവാ ശിക്ഷയിലേക്ക് അവരെത്തിയാൽ ഫലാ യുഖഫഫു അൻഹും, ഒരിളവും അഥവാ ഒരു പരോളോ അല്ലെങ്കിൽ ഒരു ലീവോ അങ്ങനെയൊന്നും യാതൊന്നും അവർക്ക് നൽകപ്പെടുകയില്ല. വലാഹും യുൻളറൂൻ, കേസ് മാറ്റിവെച്ച് ശിക്ഷ വിധി പറയാൻ നീട്ടിവെച്ച്, ഇങ്ങനെയൊക്കെ പല കാഴ്ചകളും ദുനിയാവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ലഘൂകരണവും ഉണ്ടാകുകയില്ല. അഥവാ വിധി പറയാൻ മാറ്റിവെക്കുക, കേസ് പിന്നീട് വിളിക്കാം, പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക, അങ്ങനെയുള്ള അവധി നൽകപ്പെടൽ അതും ഉണ്ടാകുകയില്ല. ആ ജാതി യാതൊരു പരിപാടിയും ഉണ്ടാകുകയില്ല എന്ന് താക്കീത് ചെയ്യുകയാണ് ഇവിടെ പറഞ്ഞു വന്നത്. പരലോകത്തെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ അവർ അള്ളാൻ്റെ നിഅമത്ത് തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുകയാണ്. ബഹുഭൂരിപക്ഷവും അവർ മനസ്സിലായിട്ടും നിഷേധിക്കുന്നവരാണ്. അവർ നിഷേധിച്ചത് കൊണ്ട് പരലോകം ഇല്ലാതെയാകില്ല, സാക്ഷികൾ ഉൾപ്പെടെ ഹാജരാക്കും. അപ്പോൾ അവർക്ക് തിരുത്താൻ യാതൊരു ചാൻസും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷയില്ല എന്ന് മാത്രമല്ല, ഒരു ലഘൂകരണം പോലും, ഒരു ഇളവ് പോലും നൽകപ്പെടുകയുമില്ല. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.